വിശേഷം? എല്ലാവരും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഇന്ന് വേറൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം. വേറൊന്നുമല്ല, മയോകാർഡിയം ഇസ്കീമിയ. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ലേമാൻ ടേംസിൽ നമ്മൾ പറയുന്നത് ഹാർട്ട് അറ്റാക്ക് അല്ലേ. ഇപ്പം കോമൺ മാനൊക്കെ പറയുന്നത് മയോകാർഡിയൽ ഇസ്കീമിയ എന്നൊന്നും പറയില്ല, പക്ഷേ അവർ ഹാർട്ട് അറ്റാക്ക് എന്നാണ് പറയുന്നത്. പക്ഷേ വി മെഡിക്കൽ പ്രൊഫഷണൽസ് വി കോൾ ഇറ്റ് ആസ് മയോകാർഡിയൽ ഇസ്കീമിയ. മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും മയോകാർഡിയൽ ഇസ്കീമിയ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ ഓർത്തു. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മയോകാർഡിയൽ ഇസ്കീമിയ. അപ്പം നമുക്ക് നമ്മുടെ ഹാർട്ടിൻ്റെ അനാട്ടമി നിങ്ങളുടെ സ്കൂളിൽ നഴ്സിംഗ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ഹാർട്ട് എന്ന് പറഞ്ഞാൽ ആളുടെ ബോഡിക്കകത്ത് ശരിക്കും പറഞ്ഞൊരു പമ്പാണ്. റൈറ്റ്, ഇറ്റ്സ് എ പമ്പ്. What does it do? Pump എന്ന് പറയുമ്പോൾ it actually helps in pumping blood to other parts of the body. അല്ലേ? അപ്പോൾ ഈ സിറ്റുവേഷനിൽ മയോകാർഡിയൽ ഇസ്കീമിയ വരുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഹാർട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു റിസ്ട്രിക്ഷനാണ്, അതായത് ബ്ലഡ് ഫ്ലോയിൽ എവിടെയെങ്കിലും ഒരു റിസ്ട്രിക്ഷൻ വരുന്ന സിറ്റുവേഷനാണ് ഈ മയോകാർഡിയൽ ഇസ്കീമിയ. അതായത് ഇപ്പോൾ ബ്ലഡ് ഫ്ലോ ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു റിസ്ട്രിക്ഷൻ വരുമ്പോൾ വേറെ ഭാഗത്തോട്ട് ബ്ലഡ് ഫ്ലോ നടക്കത്തില്ല അല്ലേ. അപ്പോൾ ബ്ലഡ് ഫ്ലോ എന്തിനാണ് ഈ ഹാർട്ടിൽ നടക്കുന്നത്? ഇറ്റ് ഈസ് മെയിൻലി ടു ഡിസ്ട്രിബ്യൂട്ട് ഓക്സിജൻ ടു അതർ ടിഷ്യൂസ് അല്ലേ. മെയിൻ ഗോളാണ് ടു ഡിസ്ട്രിബ്യൂട്ട് ഓക്സിജൻ ടു അതർ ടിഷ്യൂസ്. പക്ഷേ ഈ റിസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഈ ഒക്ലൂഷൻ കാരണം ആ ബ്ലഡ് ഫ്ലോ പോകാത്തത് കാരണം ഓക്സിജൻ സപ്ലൈക്ക് ഒരു സ്റ്റോപ്പേജ് വരിക. അതുകൂടാതെ മസിൽസിന്, ഇപ്പോൾ കാർഡിയാക് മസിൽസ് മാത്രമല്ല, ഏത് മസിലും ഓക്സിജൻ സപ്ലൈ കിട്ടത്തില്ലെങ്കിൽ ആ മസിൽസ് ഇവൻച്വലി ഡൈ ആവും. അപ്പോൾ ഈ സിറ്റുവേഷനിലും അതാണ് സംഭവിക്കുന്നത് മയോകാർഡിയൽ ഇസ്കീമിയയുടെ. അവിടെ ഇപ്പോൾ ഏതെങ്കിലും കൊറോണറി ആർട്ടറിയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഒരു ഒക്ലൂഷൻ വരുവാണെങ്കിൽ ബ്ലഡ് ഫ്ലോ വരുന്നില്ല. റൈറ്റ്, ബ്ലഡ് ഫ്ലോ വരാത്തത് കാരണം ഓക്സിജൻ സപ്ലൈ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്സിജൻ സപ്ലൈ കുറയുമ്പം ആ മസിൽസിൽ അല്ലെങ്കിൽ കാർഡിയാക് മസിലിൽ ഓക്സിജൻ സപ്ലൈ വരാത്തത് കാരണം ഇറ്റ് ഇവൻച്വലി ഡൈസ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഇസ്കീമിയ. മസിൽ ഡെത്തിനെയാണ് പറയുന്നത് ഇസ്കീമിയ. ഓക്കെ, അതാണ് മയോകാർഡിയൽ ഇസ്കീമിയ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ മയോകാർഡിയൽ ഇസ്കീമിയയുടെ കോസസ് ഇതർ കൊറോണറി ആർട്ടറി ഡിസീസ്, ഏതെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടെങ്കിൽ അതൊരു റിസ്ക് ഫാക്ടറാണ്. ഓക്കെ, അതുപോലെ എവിടെയെങ്കിലും ഒരു ത്രോംബോസിസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ആണ്. റൈറ്റ്, ബ്ലഡ് ക്ലോട്ട് വരുമ്പം ഇപ്പോൾ ബ്ലഡ് വെസലിനകത്ത് ബ്ലഡ് ക്ലോട്ട് വരുമ്പം ദർ ഈസ് റിസ്ട്രിക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദ ബ്ലഡ്. റൈറ്റ്, അപ്പോൾ അതൊരു റീസണാണ്. പിന്നെ മോഡിഫയബിൾ റീസൺസ് ഉണ്ട്, നോൺ മോഡിഫയബിൾ റീസൺസ്. മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എങ്ങനെയെങ്കിലും അവരുടെ മേ ബി ബിഹേവിയർ വൈസ് ഓർ ഹാബിറ്റ് വഴി അവർക്കത് മോഡിഫൈ ചെയ്ത് അത് റിസ്ക് ഫാക്ടേഴ്സ് മാറ്റിയെടുക്കാം. ഓക്കെ, സോ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പറയാം, വൺ ഇസ് ഒബീസിറ്റി. ഓക്കെ, ഒബീസിറ്റി, അതുപോലെ തന്നെ സ്ട്രെസ്, സ്മോക്കിംഗ്, പിന്നെ ഡയബറ്റീസ്, പിന്നെ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. ഇതെല്ലാം മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അതായത് ഇഫ് എ പേഴ്സൺ വാണ്ട്സ് ദേ ക്യാൻ ചേഞ്ച് ദീസ് റിസ്ക് ഫാക്ടേഴ്സ്. പിന്നെ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. മോഡിഫയബിൾ റിസ്ക് ഫാക്ടറിൽ ഏജ്, ഇൻക്രീസിങ് ഏജ്, ഒരാളുടെ ഏജ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ദേ ആർ മോർ അറ്റ് റിസ്ക് ഓഫ് ഗെറ്റിംഗ് MI. അപ്പോൾ എസ്പെഷ്യലി മെയിലിൽ 45 ഇയേഴ്സ് അബവ് ആണെങ്കിൽ ദേ ഹാവ് റിസ്ക് ഓഫ് ഗെറ്റിംഗ് MI. അതുപോലെ തന്നെ ഫീമെയിൽസിൽ ഏജ് അബവ് 55, ഓക്കെ, ദേ ഹാവ് എ റിസ്ക് ഓഫ് ഗെറ്റിംഗ് MI. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ് ഫാമിലി ഹിസ്റ്ററി. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊരു പേഷ്യൻ്റ് വരുവാണെങ്കിൽ നിങ്ങൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ യു ആസ് നഴ്സസ് have to ask whether these patients have a family history. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അത് ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇപ്പം നമ്മൾ പേഷ്യൻറ്റോട് ചോദിക്കും, നിങ്ങൾക്ക് ഫാമിലി ഹിസ്റ്ററിയിൽ ഇപ്പോൾ ഫാദർ, മദർ, അങ്കിൾ, ആൻറ്റ്, ഗ്രാൻഡ് പേരൻസ് ആർക്കെങ്കിലും കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടോ, ഹിസ്റ്ററി ഓഫ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ, അങ്ങനെ നമ്മൾ ചോദിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്.
അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ നിങ്ങൾ ആസ് നഴ്സസ് വെൻ യു ആർ വർക്കിംഗ് ഇൻ എ യൂണിറ്റ്, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വരും, മയപ്പാട് ഇസ്കീമിയ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് വരും. നിങ്ങൾ ആ പേഷ്യൻറ്റിനെ അസസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് സൈൻ ആൻഡ് സിംറ്റംസ് ആണ് കാണുന്നത്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ചെസ്റ്റ് പെയിൻ ദാറ്റ് ഈസ് അൺറിലീവ്ഡ് ബൈ റെസ്റ്റ്. ഇപ്പം ഒരാൾ റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ, ഇപ്പോൾ ചെസ്റ്റ് പെയിൻ ആയിട്ട് വരുമ്പോൾ, പക്ഷേ അവർ റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ അവരുടെ ചെസ്റ്റ് പെയിൻ കുറയുവാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ മയോകാർഡിയൽ ഇസ്കീമിയ. ഓക്കെ, ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ പേഷ്യൻ്റ് വരുക എന്നുള്ളത്, പക്ഷേ അവർക്ക് എന്ത് ചെയ്താലും എന്ത് ഇൻ്റർവെൻഷൻ കൊടുത്താലും അവരുടെ ചെസ്റ്റ് പെയിൻ കുറയുന്നില്ല, റെസ്റ്റ് എടുത്താലും കുറയുന്നില്ല, മെഡിക്കേഷൻ എടുത്തിട്ടും കുറയുന്നില്ല. ദാറ്റ് മീൻസ് ദർ ഇസ് സംതിങ് ഗോയിങ് ഓൺ. അപ്പം തന്നെ നിങ്ങൾ ഓർക്കണം, ഓക്കെ, പേഷ്യൻ്റ് ചെസ്റ്റ് പെയിൻ പറയുന്നുണ്ട്, എന്ത് ഇൻ്റർവെൻഷൻ കൊടുത്തിട്ടും പേഷ്യൻ്റ് is still having persistent problems or persistent symptoms, then you have to understand ഇതെന്തോ പ്രശ്നമുണ്ട്, ചിലപ്പോൾ MI ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ആൻസൈറ്റി, പേഷ്യൻ്റ് ഭയങ്കര ഒരു ടെൻഷനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, സ്ട്രെസ്ഡ് ആയിട്ടുള്ള ടെൻഷനായിട്ടുള്ള, ഇതിനെ പറയുന്ന ഇംപെൻഡിങ് ഡൂം, ലൈക്ക് ദ പേഷ്യൻ്റ് ഇസ് തിങ്കിങ് ദാറ്റ് ഹി ഈസ് അബൌട്ട് ടു ഡൈ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ചെസ്റ്റ് പെയിൻ കൂടുതലും ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ ഇറ്റ് മേ റേഡിയേറ്റ് ടു ദ ലെഫ്റ്റ് ആമിലോട്ട് റേഡിയേറ്റ് ചെയ്യും, പിന്നെ ബാക്കിലോട്ട് റേഡിയേറ്റ് ചെയ്യും, പിന്നെ ജോയിലോട്ട് റേഡിയേറ്റ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം, മെയിൽസും ഫീമെയിൽസിലും there might be changes in the sign and symptoms. ഇപ്പോൾ മെയിൽ, ഇപ്പോൾ നിങ്ങൾക്ക് പേഷ്യൻ്റ് വരുവാണെങ്കിൽ മെയിൽ ഇപ്പോൾ they would be like, okay, എനിക്ക് ചെസ്റ്റ് പെയിൻ ലെഫ്റ്റ് സൈഡിൽ ചെസ്റ്റ് പെയിൻ ജോയിലോട്ട് റേഡിയേറ്റ് ചെയ്യുക, ലെഫ്റ്റ് ആമിലോട്ട് റേഡിയേറ്റ് ചെയ്യുക. പക്ഷേ ഫീമെയിൽസിൽ ദേ മൈറ്റ് നോട്ട് ഹാവ് ദ സെയിം സിംറ്റംസ്. അവർ ചിലപ്പോൾ സിംറ്റംസ് വേറെ രീതിയിലായിരിക്കും പറയുന്നത്. അവർ പറയുന്നത് ചിലപ്പോൾ എനിക്ക് തളർച്ചയായിട്ടാണ്, അതുപോലെ തന്നെ ഹാർട്ട് ബേൺ, ഇൻഡൈജഷൻ, അങ്ങനെയൊക്കെ പറയാം. അവർ ദേ മൈറ്റ് നോട്ട് ജസ്റ്റ് സേ ദാറ്റ് ദേ ഹാവ് ചെസ്റ്റ് പെയിൻ ടു ദ ലെഫ്റ്റ് സൈഡ്. അവർ കൂടുതലും ഇറ്റ് മൈറ്റ് ബി സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് പറയും, ലൈക്ക് ഹാർട്ട് പെയിൻ, ഹാർട്ട് ബേൺ, ചെസ്റ്റ് ബേണിങ്, അതുപോലെ തന്നെ ഭയങ്കര നോസിയ, ഭയങ്കര ഡയഫ്രറ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്വെറ്റിങ്. ഓക്കെ, ഇതൊക്കെ ആയിരിക്കും അവരുടെ സിംറ്റംസ്. പാൽപിറ്റേഷൻസ്, അതുപോലെ തന്നെ വേറെ കാര്യം, ഇപ്പം ഒരു പേഷ്യൻ്റ് മയോകാർഡിയൽ ഇസ്കീമിയ ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ their symptoms will get worse with activity. അവർ എത്ര കൂടുതൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവരുടെ സിംറ്റംസ് വേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് എനി ബെറ്റർ. വേറെ ഒബ്ജക്റ്റീവായിട്ട്, അതായത് നിങ്ങൾ നഴ്സസ്, നിങ്ങൾ ഒബ്ജക്റ്റീവായിട്ട് നിങ്ങൾ എന്താണ് കാണുന്നത് ഈ പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ്? ഇതൊക്കെ പേഷ്യൻ്റ് പറയുന്ന സിംറ്റംസ് ആയിരിക്കും, പക്ഷെ നിങ്ങൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത്? ഒബ്ജക്റ്റീവ് സിംറ്റംസ്. ഓക്കെ, ഒബ്ജക്റ്റീവ് സിംറ്റംസിൽ നിങ്ങൾ ആദ്യം തന്നെ EKG മോണിറ്റർ ചെയ്യുമ്പോൾ EKG മോണിറ്ററിൽ ST സെഗ്മെൻറ്റ് എലിവേഷൻ. ഞാൻ EKG പിന്നെ വിശദമായിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം, വേറൊരു ടോപ്പിക്ക് ഞാൻ എടുത്ത് വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ്. പക്ഷേ ഇതിനകത്ത് ST സെഗ്മെൻറ്റ് എലിവേഷൻ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് പിക്ചർ ഡയഗ്രാമിൽ കാണാം. ST സെഗ്മെൻറ്റ് എലിവേഷനിൽ ലൈക്ക് PQRST ഉണ്ടല്ലോ നമ്മുടെ EKG സ്ട്രിപ്പിനകത്ത്, അതിനകത്ത് ST സെഗ്മെൻറ്റ് എലിവേഷൻ നല്ലപോലെ കാണാം. ST സെഗ്മെൻറ്റ് എലിവേഷൻ. പിന്നെ നമ്മൾ ബ്ലഡ് ഡ്രോ ചെയ്യുമ്പോൾ കാർഡിയക് എൻസൈംസ് ഭയങ്കരമായിട്ട് എലിവേറ്റഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് പ്രഷറൊക്കെ പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യും. ബ്രാഡികാർഡിക്, അതായത് അവിടെ ഹാർട്ട് റേറ്റ് മൈറ്റ് ഗോ ഡ്രോപ്പ് ഡൗൺ. ഓക്കെ, ബ്രാഡികാർഡിയ ഇസ് എനിവേർ ലെസ് ദാൻ 60 ബീറ്റ്സ് പെർ മിനിറ്റ് ഒക്കെ അതിൽ കുറവാണെങ്കിൽ അതിന് ബ്രാഡികാർഡിയ എന്ന് പറയുന്നത്. പക്ഷേ ഈ സിറ്റുവേഷനിൽ MI വരുമ്പോൾ പെട്ടെന്ന് പേഷ്യൻ്റ് ഹാർട്ട് റേറ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഹൈപ്പോടെൻസീവ് ആകും, അവിടെ ബ്ലഡ് പ്രഷറും കുറയും. ഹീമോഡൈനാമിക്കലി ദേ ആർ നോട്ട് സ്റ്റേബിൾ. ഓക്കെ, പിന്നെ a lot of people have doubts. Okay, what is this ST segment elevation, non-ST segment elevation? Okay, ഈ രണ്ടിൻ്റെ ഡിഫറൻസ് ഞാൻ പറയാം. ST segment elevation, നിങ്ങൾ കാർഡിയാക് മോണിറ്ററിൽ EKG സ്ട്രിപ്പ് എടുക്കുമ്പോൾ ST segment elevationൽ ദിസ് പേഷ്യൻറ്റ് വിൽ ഹാവ് ക്രഷിങ് ചെസ്റ്റ് പെയിൻ. ഓക്കെ, ക്രഷിങ് ചെസ്റ്റ് പെയിൻ ആയിരിക്കും. non-ST segment elevation ക്രഷിങ് ചെസ്റ്റ് പെയിൻ ആയിരിക്കും. രണ്ട് സിറ്റുവേഷനും അവർക്ക് ചെസ്റ്റ് പെയിൻ ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ബ്ലഡ് ഡ്രോ ചെയ്യുമ്പം അവിടെ കാർഡിയക് എൻസൈംസും ഹൈ ആയിരിക്കും രണ്ടിലും. ഓക്കെ, ST സെഗ്മെൻറ്റിലും non-ST സെഗ്മെൻറ്റിലും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാർഡിയക് എൻസൈംസ് അവർ രണ്ടുപേരുടെയും ഹൈ ആയിരിക്കും. നമ്മൾ കാർഡിയാക് മോണിറ്റർ, ഇവർ രണ്ട് പേഷ്യൻസിന് നമ്മൾ കാർഡിയാക് മോണിറ്റർ ഇടുമ്പം ST സെഗ്മെൻറ്റ് എലിവേഷൻ ഉള്ള പേഷ്യൻസിൻ്റെ കാർഡിയാക് റിതമിൽ നോക്കുമ്പോൾ ST സെഗ്മെൻറ്റ് എലിവേറ്റഡ് ആയിരിക്കും. non-ST സെഗ്മെൻറ്റ് എലിവേഷൻ ഉള്ള പേഷ്യൻസിന് അവിടെ ST സെഗ്മെൻറ്റ് എലിവേറ്റഡ് അല്ല, പക്ഷെ മറിച്ച് അവരുടെ ചിലപ്പം ഡിപ്രസ്ഡ് ആയിരിക്കും.
ഓക്കെ, അതാണ് വ്യത്യാസം. എസ് ടി സെഗ്മെൻറ്റിൽ ഇറ്റ്സ് ലൈക്ക് യു ക്യാൻ റിയലി സീ ദി ഡിഫറൻസ്. ലൈക്ക് എസ് ടി സെഗ്മെൻറ്റ് എലിവേഷൻ ആണ്, പക്ഷെ അതിന് ഐ മീൻ നോൺ എസ് ടിക്കകത്ത് ഇറ്റ്സ് നോട്ട് എലിവേറ്റഡ്, ഇറ്റ് മൈറ്റ് ബി ഡിപ്രസ്ഡ്. ഓക്കെ, പിന്നെ എസ് ടി സെഗ്മെൻറ്റ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെഡിക്കൽ എമർജൻസി. ദാറ്റ് മീൻസ് കംപ്ലീറ്റ് ഒക്ലൂഷൻ ആണ്, റൈറ്റ്? എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ that person is going to die. So medical emergency ആണ്. മെഡിക്കൽ എമർജൻസിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഇത് ത്രോംബോലൈറ്റിക്സ് കൊടുക്കാം, ഇപ്പോൾ ക്ലോട്ട് ബസ്റ്റേഴ്സ്, റൈറ്റ്? ക്ലോട്ടിനെ ഡിസോൾവ് ചെയ്യാനുള്ള മെഡിക്കേഷൻസ് ആണ് ത്രോംബോലൈറ്റിക്സ്. പിന്നെ ഇമ്മീഡിയറ്റ് സർജിക്കൽ ഇൻ്റർവെൻഷനിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റെൻറ്റ് പ്ലേസ്മെൻറ്റ് ചെയ്യാം. പിന്നെ എസ് ടി സെഗ്മെൻറ്റ് എലിവേഷൻ ഉള്ള പേഷ്യൻസിൽ കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ ഇല്ല. എസ് ടി സെഗ്മെൻറ്റിൽ കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ ആണ്, നോൺ എസ് ടി സെഗ്മെൻറ്റിൽ കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ അല്ല, പാർഷ്യൽ ഒബ്സ്ട്രക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫാർമക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസ് കൊടുക്കാം, ഫാർമക്കോളജിക്കൽ മെഡിക്കേഷൻസ് ലൈക്ക് നൈട്രേറ്റ്സ് കൊടുക്കാം, ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കാം, ഇങ്ങനെയൊക്കെ കൊടുക്കാം. പിന്നെ ആൻജിയോഗ്രാഫി ചെയ്യേണ്ടി വരും. അറ്റ്ലീസ്റ്റ് 24 to 48 hours ഉള്ളിൽ ആൻജിയോഗ്രാഫി ചെയ്യണം. ആൻജിയോഗ്രാഫി എന്ന് പറയുമ്പം പേഷ്യൻറ്റിൻ്റെ either through either in the arm or അല്ലെങ്കിൽ femoral artery വഴി ഡോക്ടർ ഒരു റേഡിയോ ഒപ്പേക്ക് ഡൈ ഇടും. റേഡിയോ ഒപ്പേക്ക് ഡൈ ഇട്ടിട്ട് അത് ഹാർട്ടിൻ്റെ ആ ബ്ലഡ് ഫ്ലോ ചെക്ക് ചെയ്യും ത്രൂ ദി എക്സ്റേ. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും. ആ ഡൈ കാരണം ഡൈ പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ കാണുവാണെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഇസ് സം കൈൻഡ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ബ്ലഡ് ഫ്ലോ. അതുകൊണ്ട് ആൻജിയോഗ്രാഫി ഈസ് ഓൾസോ വെരി ഹെൽപ്ഫുൾ. നെക്സ്റ്റ് ഇസ് മാനേജ്മെൻറ്റ്. ഇപ്പം നമ്മുടെ യൂണിറ്റിൽ ഇതുപോലത്തെ ഒരു പേഷ്യൻ്റ് വരുവാണെങ്കിൽ, MI പേഷ്യൻസ് വരുവാണെങ്കിൽ, ഹൗ ആർ യു ഗോയിങ് ടു മാനേജ്? ഓക്കെ, സോ ഓൾവേസ് റിമെമ്പർ ദി ആക്രോണിം MONA. MONA എന്ന് പറയുമ്പം മോർഫിൻ, ഓക്സിജൻ, നൈട്രേറ്റ്സ് ആൻഡ് ആസ്പിരിൻ. ഓക്കെ, പേഷ്യൻസ് ഇതുപോലത്തെ പേഷ്യൻ്റ് വരുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കുമല്ലോ, അവർക്ക് ക്രഷിങ് ചെസ്റ്റ് പെയിൻ ആയിരിക്കും. സോ യു ക്യാൻ ഗിവ് മോർഫിൻ. Then oxygen level കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പേഷ്യൻറ്റ്, സോ ഗിവ് ഓക്സിജൻ. ദെൻ നൈട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ബേസോ ഡയലേറ്റ് ചെയ്യുക. ഇഫ് ദർ ഇസ് സം കൈൻഡ് ഓഫ് കൺസ്ട്രക്ഷൻ, ഏതെങ്കിലും ഒരു ബ്ലഡ് വെസലിൽ കൺസ്ട്രക്ഷൻ ആണ്, റെസ്ട്രിക്ഷൻ ആണെങ്കിൽ ബ്ലഡ് ഫ്ലോ നടക്കുന്നില്ല, ദെൻ നൈട്രേറ്റ്സ് ഹെൽപ്പ്, കാരണം അത് ബേസോ ഡയലേറ്റ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഈസ് ആൻറ്റിപ്ലേറ്റ്ലെറ്റ് തെറപ്പി വിച്ച് ഈസ് ആസ്പിരിൻ. ഓക്കെ, പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇപ്പം നമ്മൾ പേഷ്യൻറ്റിനെ EKG എടുക്കുമ്പോൾ അവർക്ക് ഇൻഫീരിയർ MI ആണെങ്കിൽ, ഓക്കെ, പല ടൈപ്പ് MIs ഉണ്ട്. ആൻറ്റീരിയർ MI ഉണ്ട്, ഇൻഫീരിയർ MI ഉണ്ട്, ലാറ്ററൽ MI ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇൻഫീരിയർ MI ഉണ്ടെങ്കിൽ, ഇൻഫീരിയർ MI എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മോസ്റ്റ്ലി ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ആണ് എഫക്റ്റ് ചെയ്യുന്നത്. റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് മെയിൻലി ഡീൽസ് വിത്ത് ദ പ്രീലോഡ്. ഓക്കെ, പ്രീലോഡ് ഇല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് വിൽ ഹാവ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പം പ്രീലോഡ് ഈ സിറ്റുവേഷൻ ഇപ്പം നമ്മൾ മോർഫിൻ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പേഷ്യൻ്റെ പ്രീലോഡ് അങ്ങ് കുറയും. പ്രീലോഡ് കുറയുമ്പം പേഷ്യൻറ്റിൻ്റെ കാർഡിയാക് ഔട്ട്പുട്ടും കുറയും. ഓക്കെ, ഇറ്റ് ഈസ് ദി പ്രീലോഡ് എന്ന് പറയുന്ന amount of blood in the ventricle. ഓക്കെ, അപ്പോൾ പ്രീലോഡ് ഭയങ്കര അത്യാവശ്യമാണ്. റൈറ്റ് സൈഡ് MI വരുമ്പോൾ പ്രീലോഡ് ഇല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കാർഡിയാക് ഔട്ട്പുട്ട് പെട്ടെന്ന് ഡ്രോപ്പ് ആയിപ്പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പേഷ്യൻ്റ് നിങ്ങളുടെ അടുത്ത് വരിക, റൈറ്റ് സൈഡ് MI ഉള്ള ഒരു പേഷ്യൻ്റ് വരുവാണെങ്കിൽ നിങ്ങൾ മോർഫിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദ പേഷ്യൻസ് ബ്ലഡ് പ്രഷർ ഗോസ് ഡൗൺ ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ഈ റൈറ്റ് സൈഡ് ആയിട്ടുള്ള MI ഉള്ള പേഷ്യൻറ്റിന് നമ്മൾ മോർഫിൻ അല്ലെങ്കിൽ നൈട്രേറ്റ്സ് കൊടുക്കത്തില്ല, ബിക്കോസ് നൈട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ബേസോ ഡയലേഷൻ ആണ്. ബേസോ ഡയലേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പേഷ്യൻറ്റിൻ്റെ പ്രീലോഡും കുറയും. അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ ഇറ്റ് ഇസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ്, ബട്ട് ഇൻസ്റ്റെഡ് വി ഗിവ് ദം ഫ്ലൂയിഡ് കൊടുക്കുമ്പോൾ അവിടെ പ്രീലോഡ് കൂടും. ഓക്കെ, അത് മാത്രമാണ് ഒരു എക്സെപ്ഷൻ. പിന്നെ അഫ്കോഴ്സ് പേഷ്യൻറ്റ് ഹാസ് ടു ബി ഹുക്ഡ് അപ്പ് ടു ദ EKG മോണിറ്റർ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് കാർഡിയാക് എൻസൈംസ് എടുക്കണം. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ദ ഡോക്ടർ ഓർഡേഴ്സ്. എവറി 3 hours ആയിരിക്കും, എവറി 4 hours ആയിരിക്കും, അറ്റ്ലീസ്റ്റ് 24 hours എവറി 4 hours നമ്മൾ ചെക്ക് ചെയ്യണം. അതിൻ്റെ ട്രെൻഡ് നോക്കണം. ഇഫ് ഇറ്റ് ഇസ് കൺസിസ്റ്റൻ്റ്ലി ഗോയിങ് അപ്പ് ദെൻ ദർ ഇസ് എ പ്രോബ്ലം. അപ്പോൾ അതിന് നമുക്ക് ത്രോംബോലൈറ്റിക്സ് കൊടുക്കാം, ക്ലോട്ട് ബസ്റ്റേഴ്സ് കൊടുക്കാം, ഓക്കെ, ബ്ലഡ് തിന്നേഴ്സ്. പിന്നെ ഇഫ് റിക്വയർഡ് ആൻജിയോപ്ലാസ്റ്റി. ഓക്കെ,
അപ്പം പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ എന്താണ്? പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ മെയിനായിട്ട് ഡയറ്റ് കൺട്രോൾ. ഓക്കെ, നോട്ട് ടു മച്ച് ഷുഗർ, ലെസ് ഫാറ്റി ഡയറ്റ് അല്ലേ, നോട്ട് ടു മച്ച് ഷുഗർ, ഇനഫ് വാട്ടർ ഇൻടേക്ക്, ഒത്തിരി ഇങ്ങനെ വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ എക്സസൈസ്, സെഡൻറ്ററി ലൈഫ് ചെയ്താൽ ശരിയാവില്ല, എക്സസൈസ്. ആൻഡ് ദെൻ ലോ സോഡിയം ഡയറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോഡിയം, കാരണം സോഡിയം എന്ന് പറയുമ്പോൾ ഇറ്റ് പൂൾസ് വാട്ടർ, സോഡിയം പൂൾസ് വാട്ടർ റൈറ്റ്, ആൻഡ് ദെൻ ഇവൻച്വലി പ്രോബ്ലം ഉണ്ട്. പിന്നെ സ്മോക്കിംഗ് സെസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പേഷ്യൻറ്റിനോട് നൈട്രോഗ്ലിസറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണം. നൈട്രോഗ്ലിസറിൻ ഇപ്പം പേഷ്യൻറ്റിന് ഇപ്പോൾ ചെസ്റ്റ് പെയിൻ വരുവാണെങ്കിൽ നൈട്രോഗ്ലിസറിൻ്റെ ഡോസേജാണ് 0.4 മില്ലിഗ്രാം ആണ്. അപ്പോൾ അത് സബ് ലിംഗ്വൽ അണ്ടർ ദ ടങ് കൊടുക്കാം, അറ്റ്ലീസ്റ്റ് അപ് ടു 3 times. ഓക്കെ, ഒരു പ്രാവശ്യം കൊടുത്തിട്ട് സബ് ലിംഗ്വൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെസ്റ്റ് പെയിൻ മാറുന്നില്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം കൊടുക്കാം ആഫ്റ്റർ 5 minutes. Then they can repeat in next 5 minutes. അപ്പോൾ 3 പ്രാവശ്യം കൊടുത്തിട്ടും ചെസ്റ്റ് പെയിൻ മാറുന്നില്ലെങ്കിൽ they have to call the ambulance. That means MI ആണ്, അതെന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മെയിൻ ആയിട്ടുള്ള MI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ആർ മോർ ദാൻ വെൽക്കം ടു റൈറ്റ് യുവർ കോമെൻറ്റ്സ് ഇൻ ദ കോമെൻറ്റ് സെക്ഷൻ. പിന്നെ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഞാൻ ചെയ്യണമെങ്കിൽ please do suggest. Okay, till then, bye bye and take care.